നമസ്കാരം. ശുക്രദശ ജീവിതത്തിലേക്ക് വന്ന് ചേരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഏവരും. അതിനാൽ പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുമാണ്. എന്നാൽ ശുക്രനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ചില രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ശുക്രനുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോവുകയാണ്. ഗ്രഹങ്ങളുടെ രാശിമാറ്റവും സംയോഗവും രാജയോഗങ്ങൾക്ക് കാരണമായി തീരും. ബുധനും ശുക്രനും ഇപ്പോൾ ചിങ്ങം രാശിയിലാണ് ഉള്ളത്, അഥവാ ഭ്രമണം ചെയ്യുന്നത്. ഇവയ്ക്കരിയിലായി ശനിയുടെ സാന്നിധ്യവുമുണ്ട്. ഇങ്ങനെ സമസപ്തക രാജയോഗം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സമയമാകുന്നു. ഈ 3 ഗ്രഹങ്ങളും കൂടിച്ചേർന്ന് സമസപ്തക രാജയോഗമാണ് സംഭവിക്കുന്നത്. അതിനാൽ തന്നെ ശുഭകരമായ ചില ഫലങ്ങൾ ചില രാശിക്കാർക്ക് സംഭവിക്കാൻ പോവുകയാണ്. കൂടാതെ ചില ആകസ്മികമായ കാര്യങ്ങളും ധനലാഭവും മറ്റ് നേട്ടങ്ങളും ഈ രാശിക്കാരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോവുകയാണ് എന്ന് നിസ്സംശയം പറയാം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ ഒരു സൗഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ത്രികോണ രാജയോഗവും സമസപ്തക രാജയോഗവും ഇവർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും എന്നതാണ് വാസ്തവം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. എന്നിരുന്നാൽ പോലും ഒരു 70-80% വ്യക്തികൾക്കും ഈ ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ, ചിന്തിച്ച് കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കൂടാതെ ഈ സമയം പരീക്ഷകളിൽ വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാധ്യതകൾ, വിജയിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ സമയമാകുന്നു. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം മറ്റുള്ളവരിൽ നിന്നും സ്നേഹവും കരുതലും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് അംഗീകാരങ്ങൾ, അതോടൊപ്പം നിങ്ങളുടെ സ്വീകാര്യത, ബഹുമാനം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ലാഭങ്ങൾ, അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടോ തൊഴിലുമായി ബന്ധപ്പെട്ടോ ഇത്തരത്തിലുള്ള ലാഭങ്ങൾ അഥവാ അല്പം നേട്ടങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പലവിധ ആഗ്രഹങ്ങൾ മനസ്സിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിൽ ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ ഈ സമയമുണ്ട്. ചില ആഗ്രഹങ്ങളാണ് നടക്കുക. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുക. സാമ്പത്തികപരമായ കാര്യങ്ങൾ, സാമ്പത്തിക സ്ഥിതി അല്പം അനുകൂലമാകുവാനുള്ള സാധ്യതകളുമുണ്ട്. കൂടാതെ ഈ സമയം പണം കരുതി വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമസപ്തക യോഗവും കേന്ദ്ര ത്രികോണ യോഗവും മകരം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് നൽകുന്നതായ സമയമാകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അഥവാ അത്തരത്തിലുള്ള ഫലങ്ങളാണ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരുക. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം പ്രധാനമായും ധനപരമായ ചില നേട്ടങ്ങൾ, ധനപരമായ ലാഭം വന്നു ചേരാം. അതുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പ്രതീക്ഷിക്കുന്നതായ ചില ധനപരമായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമാകാം. അഥവാ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലിസ്ഥലവുമായി ബന്ധപ്പെട്ട് ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടി എത്താവുന്നതാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം ബിസിനസ്, ജോലി തുടങ്ങിയ കാര്യങ്ങൾ ശരിയായ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും
അല്പം ലാഭം അല്ലെങ്കിൽ ധനപരമായ ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കരാറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. കൂടാതെ ബിസിനസ് വിപുലപ്പെടുത്തുവാൻ അത്തരം ചില ചിന്തകൾ, അത്തരം ചില പ്രവൃത്തികൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ പല മേഖലകളിലും നിങ്ങൾക്ക് സംതൃപ്തി വന്ന് ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ വാങ്ങാൻ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പ്രധാനമായും വാഹനം, പ്രോപ്പർട്ടി തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നതായ മറ്റ് ചില കാര്യങ്ങൾ, അത് വാങ്ങുവാനുള്ള സാധ്യതകൾ, അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകുന്നു എന്നതാണ് വാസ്തവം. ഭാഗ്യം അല്പം വർദ്ധിക്കുന്നതായ സമയം കൂടിയാകുന്നു. അത്തരത്തിൽ പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സമയമാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. ധനുരാശിയിൽ ജനിച്ചവരാണ് എങ്കിൽ കേന്ദ്ര ത്രികോണ രാജയോഗവും സമസപ്തക രാജയോഗവും നിങ്ങൾക്ക് അനുകൂലമായ ചില ഫലങ്ങൾ നൽകും എന്ന കാര്യം പ്രധാനമായും ഓർക്കുക. സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കും, അഥവാ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. തൽഫലമായി നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാൻ അത് കാരണമായി തീരും. കൂടാതെ വ്യവസായവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ, ചില ഓഫറുകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക, അത്തരം ചില തടസ്സങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. നൽകിയിരിക്കുന്നതായ കൈവായ്പ തിരികെ ലഭിക്കാം. അത്തരത്തിലും സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ സമൂഹത്തിൽ നിങ്ങൾക്ക് നിലയും വിലയും അല്പം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് നിങ്ങളോട് വളരെയധികം ബഹുമാനം തോന്നുകയോ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾക്ക് അംഗീകാരം തേടി എത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാവുകയോ ചെയ്യാവുന്നതാണ്. അത്തരം ചില കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം പ്രധാനമായും പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ, ലാഭം നിങ്ങൾക്ക് വന്നു ചേരാം. ചില കാര്യങ്ങൾ അല്പം കഷ്ടപ്പെടേണ്ടതായി വരും. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ കഷ്ടപ്പെടാതെ തന്നെ ലാഭം വന്നു ചേരുന്നതിനോ അനുകൂലമാക്കി തീർക്കുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഭൗതിക സുഖം ഈ സമയം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ചില ദൗർഭാഗ്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.